എന്തിനാണ് ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നത്? ജീവിതത്തിൽ അള്ളാഹു നിനക്ക് നൽകിയ ആയുസെങ്ങാനും പെട്ടെന്ന് തീർന്നു പോയാൽ, എടാ ഇന്ന് വീണങ്ങ് മരണപ്പെട്ടു പോയാൽ നാളെ ഈ സമയത്ത് നീ ഖബറിന്റെ അകത്ത് കിടക്കേണ്ടവനല്ലേ? എന്തുണ്ട് മുസ്ലിമേ, അള്ളാന്റെ അടുക്കലേക്ക് പോകുമ്പോൾ എന്താണ് കൊണ്ടുപോകാനുള്ളത്? ഈ ദുനിയാവിലെ ജീവിതമല്ലല്ലോ ഖബർ തൊട്ട് ജീവിതം, യഥാർത്ഥ ജീവിതം അങ്ങ് ഖബർ മുതലേ അങ്ങ് തുടങ്ങുകയാണല്ലോ. അതുകൊണ്ട് ഖബർ കണ്ടാൽ കണ്ണുനീര് പെയ്തുറങ്ങട്ടെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാ കരയുമായിരുന്നു. ഖബർ കണ്ടാ വല്ലാതെ കരയുമായിരുന്നു. അവിടുന്ന് ചോദിച്ചു, തങ്ങളെ അങ്ങയോട് മുമ്പിൽ വന്നിട്ട് സിറാത്ത് എന്ന് പറയുന്ന ഭാരത്തെ കുറിച്ച് പറഞ്ഞാൽ, മീസാനെ കുറിച്ച് പറഞ്ഞാൽ, നരകത്തെ കുറിച്ച് പറഞ്ഞാൽ, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ, റബ്ബിന്റെ പരലോകത്തെ കുറിച്ച് പറഞ്ഞാൽ അപ്പോഴൊന്നും അങ്ങയുടെ കണ്ണിങ്ങനെ നിറയാറില്ലല്ലോ. പിന്നെന്തേ ഖബർ കാണുമ്പോ വല്ലാതെ കരയുന്നത്? അവിടുന്ന് ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, ഞാൻ എവിടെയെല്ലാം പോയാലും ഈ ദുനിയാവിൽ ഞാനുള്ളപ്പോഴും എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകും. മീസാനിൽ ചെന്നാൽ അവിടെയും ആരെങ്കിലും ഉണ്ടാകും. സിറാത്ത് എന്ന പാലത്തിലൂടെ ഞാൻ കിടക്കുമ്പോൾ അവിടെയും എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകും. നരകത്തിൽ പോയാലും സ്വർഗത്തിൽ പോയാലും എവിടേക്ക് ഞാൻ പോയാലും അവിടെയെല്ലാം എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമല്ലോ. ഈ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ആ സ്ഥലം ഖബറല്ലേ? ആ സ്ഥലം ഖബറാണ്. ഖബറിൽ ഞാൻ ഒറ്റക്കാണല്ലോ കിടക്കേണ്ടത്. അതോർത്തുകൊണ്ട് ഖബർ കാണുമ്പോൾ ഞാൻ കരയുകയാണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ജീവിതത്തിൽ എന്താടാ റബ്ബിലേക്ക് കൊണ്ടുപോകാനുള്ളത്? എന്ത് നന്മയാണുള്ളത്? എന്ത് സുഹൃതമാണുള്ളത്? അതുകൊണ്ട്